ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 6-7 പറങ്ങണ്ടി പരിപ്പും ഒരു 8-9 ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ടുള്ളതാണ്, അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ഗ്ലാസ് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് പാല് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പകല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 6-7 മണിക്കൂറൊന്ന് കുതിർത്തെടുത്താൽ മതിയേ. ഇപ്പം ഞാൻ രാവിലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി അടച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇതെടുക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇപ്പോൾ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്, അതൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അമൃതം പൊടിയാണ്. നമുക്ക് അംഗൻവാടികളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലോട്ട് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഗ്യാസ് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിത് കുറുകി വരുമ്പോൾ തോറും കട്ട പിടിക്കും, കുഴപ്പമില്ല, സാരമില്ല, അങ്ങനെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തിക്കായിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് വെന്ത് കുറുകി വരും. നല്ല തിക്കായിട്ട് നമ്മുടെ അമൃതം പൊടിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇതുപോലെ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തലേന്ന് കുതിർക്കാൻ വെച്ചിരുന്ന ക്യാഷ്യൂവും ബദാമും ഈന്തപ്പഴവും കൂടെ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറുക്കി തണുപ്പിക്കാൻ വെച്ചിരുന്ന അമൃതം പൊടിയുടെ കൂറുകൊണ്ടല്ല, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉള്ളതാണ്, ഈന്തപ്പഴത്തിന് മധുരം ഉള്ളതാണ്, ക്യാരറ്റിന് മധുരം ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ മധുരം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കണേ. അപ്പോൾ ഈ പറങ്ങലിപ്പരിപ്പും ബദാമും എല്ലാം ഉള്ളത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം. അപ്പോൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടൊന്ന് ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ക്യാഷ്നട്ടൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മറക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.